told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിന് അന്നത്തെ കുറച്ച് ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ തന്നെ നമ്മൾ എയർപോർട്ടിൽ പോകണതും നാട്ടിലെത്തണതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പെട്ടെന്ന് എടുത്തൊരു വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടാ. കാരണം നമ്മൾ നാട്ടിലേക്കുള്ള വരവ് പെട്ടെന്ന് തീരുമാനിച്ചതാണ്, വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നാട്ടിൽ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഉണ്ട് നമ്മൾ പോകാമെന്നുള്ളത് തീരുമാനമായത്. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ഒക്കെ ലാസ്റ്റ് സമയത്തേക്ക് ഒരുപാടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ കാര്യമായിട്ടുള്ള കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളും അതേപോലെ തന്നെ കോഴിമുട്ട, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോണത്. അപ്പം അതുവരെ ഇതൊന്നും ഇരിക്കില്ലല്ലോ. അപ്പം നമ്മൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മളൊരു കസിൻക്ക് കൊടുത്തോട്ടെല്ലാം. ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് ശേഷം കുറച്ച് തേങ്ങ ഒന്ന് ചിരകി വെക്കാണ്ടായിരുന്നു. ഇത് നാട്ടിൽ നിന്ന് കസിൻ വരുമ്പോൾ ഉമ്മ കൊടുത്തയച്ചാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നാട്ടിലേക്ക് പോകണില്ല എന്നുള്ളൊരു ഇതിലിരുന്ന് നിൽക്കേണ്ടിയിരുന്നത്. പിന്നെ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് പോകാമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ അവൻ വരുമ്പോൾ ക്വാറൻറ്റൈൻ ഉള്ളതുകൊണ്ട് ചിരവി കൊടുത്തയച്ചില്ല, ഇതുപോലെ പൊളിച്ചിട്ടാണ് കൊടുത്തയച്ചത്. അപ്പം എന്തായാലും നമ്മൾ പോവുകയാണല്ലോ, അപ്പം ഇത് ചിരകി ഫ്രീസറിൽ വെക്കുക എന്നുണ്ടെങ്കിൽ കേടുകൂടാതെ ഇരിക്കുമല്ലോ. അപ്പം അതെല്ലാം ഒന്ന് ചിരകി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതുപോലുള്ള കണ്ടെയ്നറിൽ ആക്കി വെക്കാനായിട്ട് ചെയ്തത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ജിപ്ലോക്ക് കവറിൽ വെച്ചാലും മതി. അപ്പം കുറേ സമയം ഫ്രീസറിൽ വെക്കാന്നുണ്ടെങ്കിൽ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പം എല്ലാം തേങ്ങ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നാശമാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക എന്നുണ്ടെങ്കിൽ കുറേ സമയം ഇതുപോലെ കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ തേങ്ങയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇതുപോലെ ഫ്രീസറിൽ വെക്കുകയാണ്. പിന്നെ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് കുപ്പികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കഴുകി വെക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിക്കണത്. എല്ലാം കൂടി തിക്കും തിരക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് 8:30 ആയിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5:30 ഇറങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെക്കുക എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും, നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രിഡ്ജിലെ ഈ ഒരു ബാസ്ക്കറ്റും കൂടെ ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെക്കുന്നുണ്ട് കഴുകിയിട്ട്. പിന്നെ അത് മാത്രമല്ല, എല്ലാ കബോർഡ്സും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പം എത്ര ക്ലീൻ ചെയ്തിട്ടാലും നമ്മൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാണ്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവും. അപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് യൂസ് ചെയ്തിരുന്ന ബ്ലാങ്കറ്റൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് കബോർഡിലേക്ക് മടക്കി വെക്കുകയാണ്. ഇതുപോലെ കട്ടിലിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊടി വരുമല്ലോ, വിൻഡോ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പൊടി ഉള്ളിലേക്ക് വരും. അപ്പോൾ എന്തായാലും അതെല്ലാം കൂടിയിട്ടൊന്ന് കബോർഡിലേക്ക് ഒതുക്കി വെക്കാം. നമുക്ക് ക്ലീൻ ചെയ്യാൻ എത്ര സമയം ഉണ്ടെന്നുണ്ടെങ്കിലും പോകുന്ന ദിവസം നമുക്ക് ഒരു തിക്കും തിരക്കാവൂല. എത്ര സമയം ഉണ്ടെങ്കിലും തീരെ സമയം തികയാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ലാസ്റ്റ് ദിവസം ഭയങ്കര തിക്കും തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ ഒരു പ്ലാനിങ്
ഒന്നുമില്ലല്ലോ പോവാന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ ഓരോരോ പണികൾ ചെയ്ത് തീർക്കായിരുന്നു, ക്ലീനിങ് അല്ല. ഇത് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് പോണൊരിത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായി പോയി. എന്നിട്ട് പിന്നെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിനി ഒരു മാസം കഴിഞ്ഞിട്ടാണല്ലോ വരിക. അപ്പോഴേക്കും ഇതൊക്കെ എന്താവും എന്നറിയില്ല. എന്തായാലും കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബോട്ടിലുള്ള മണി പ്ലാന്റ്സ് എല്ലാം ഈ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നി ഒന്നും കൂടെ കിച്ചണിലൊക്കെ വെക്കുമ്പോൾ ഒട്ടും തന്നെ എന്താ പറയുക സൺലൈറ്റ് ഇല്ല. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഈ ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. ഇതാകുമ്പോൾ കുറച്ചെങ്കിലും വിൻഡോ സൈഡിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു സൺലൈറ്റ് കിട്ടും. അധികം ഇല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാ കിച്ചണിലുള്ളത് എല്ലാ മണി പ്ലാന്റ്സും ബോട്ടിലിട്ട് വെച്ചതെല്ലാം കൂടിയിട്ട് ഈ ഒരു സ്റ്റാൻഡിലേക്കാണ് വെക്കുന്നത്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കാനോ ഒന്നിനും ഒരു പറ്റാത്തൊരു സമയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല 5:30ക്കാണ് നമ്മൾ എയർപോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് പോവുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിരിക്കണം. ആ ഒരു സമയത്ത് ഇക്കടെ ഒരു ഫ്രണ്ടിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട് വിളിച്ചപ്പോഴാണ് ആൾ ചോദിക്കുന്നത് എന്താ മോൻക്ക് PCR എടുത്തോ എന്നുള്ളത്. കാരണം നമുക്കൊന്നും PCR ഇല്ല വാക്സിൻ അടിച്ചുകൊണ്ട് തന്നെ. പിന്നെ വാക്സിൻ അടിക്കാത്ത 5 വയസ്സിന് മുകളിലുള്ള മക്കൾക്ക് PCR നിർബന്ധമാണ്. അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി. കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരെല്ലാം കോൺടാക്റ്റ് ചെയ്യപ്പോൾ അവരെല്ലാം പറയുന്നത് PCR നിർബന്ധമാണ് എന്നുള്ളതാണ്. വാക്സിൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോയി. ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് വാക്സിനെ കുറിച്ച് ചോദിക്കാനായിട്ട് പോയിട്ടോ. കാരണം നമുക്ക് 5:30ക്കാണ് എയർപോർട്ടിൽ പോകേണ്ടത്. 3:30-4 മണിക്കാണ് കേട്ടോ ഈ ഒരു സമയം. നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് തന്നെ ഹെൽത്ത് സെൻറ്ററിൽ പോയത്. അവർ പറഞ്ഞു ഫസ്റ്റ് വാക്സിന് പഠിച്ചു കഴിഞ്ഞാലും സെക്കൻഡ് ഡോസ് അടിക്കാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നുള്ളത് PCR എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ PCR എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 4-4.5 മണിക്കൂറെങ്കിലും വേണം റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതും ചെയ്യാൻ പറ്റത്തില്ല, കാരണം 8:30ക്ക് ഫ്ലൈറ്റ് ആണല്ലോ. അങ്ങനെ ആകെ ടെൻഷനായി. അപ്പം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നമ്മൾ ലഗേജൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് നേരെ നമ്മൾ എയർപോർട്ടിൽ പോയി. പാസ്പോർട്ടൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിൽ പോയി. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ നാട്ടിലേക്ക് വരാൻ പറ്റും എന്നുള്ളത്. എങ്ങനെയെങ്കിലും ടിക്കറ്റെങ്കിലും ക്യാൻസൽ ചെയ്യുക, ആ ഒരു രീതിയിലാണ് നമ്മൾ എയർപോർട്ടിൽ പോണത്. ജസ്റ്റ് അവരെടുത്തിന് സംസാരിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് കേട്ടോ പോണത്. പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരോട് സംസാരിച്ചു. എന്തോ അൽഹംദുലില്ലാ അവിടെ ഉള്ള ആ ഒരു സമയത്ത് ഡ്യൂട്ടി ടൈമിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് നല്ല ഒരു എന്താ പറയുക നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് തന്നു കേട്ടോ. അവർ ഡയറക്റ്റ് കൊച്ചിയിലേക്ക് മെയിൽ ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട്, കാരണം നമ്മൾ പാരൻസ് അവരുടെ കൂടെയുള്ള പാരൻസ് വാക്സിനേറ്റഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ അവർ മെയിൽ ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ അവരതെല്ലാം ശരിയാക്കി തന്നു. അപ്പം നമ്മളവിടെ പോണ സമയത്ത് അവിടെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പൺ ആവുള്ളൂ, ആ സമയത്ത് വന്നാൽ മതി. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു നാട്ടിൽ പോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ എല്ലാം ശരിയായി. എന്നിട്ട് പിന്നെ കാറ് റൂമിൽ അവിടെ ഇട്ടതിന് ശേഷം ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ എയർപോർട്ടിൽ പോണത്, ലഗേജ് എല്ലാം എടുത്തിട്ട്. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോക്ക് സർപ്രൈസാണ് കേട്ടോ. നാട്ടിൽ ആർക്കും അറിയില്ല വരുന്നത്. നമ്മളിതുവരെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായ പോക്കാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ ലഗേജ് എല്ലാം കൊടുത്ത് അതുപോലെ തന്നെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും ബോർഡിങ്ങിൻ്റെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളുടെ ഡ്യൂട്ടി ഫ്രീ എന്ന് എന്തെങ്കിലും ചോക്ലേറ്റ്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് ഫുള്ള് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊന്നും മേടിക്കാൻ പറ്റിയില്ല. എന്നാലും ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റിയതിനെ അൽഹംദുലില്ലാ എന്ന് വിചാരിക്കണേ. അങ്ങനെ പിന്നെ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റിന് അവിടേക്ക് പോയി. ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആയിരുന്നു. നമുക്ക് പിന്നെ സീറ്റ് കിട്ടിയത് മിഡിലാണ് കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുവിധം സീറ്റെല്ലാം ഒഴിവായിരുന്നു കേട്ടോ ആ ഒരു ദിവസം.
എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഫ്ലൈറ്റിൽ ലാസ്റ്റ് സീറ്റിലേക്ക് പോയിട്ട് അവിടെ ഫുള്ള് ഒഴിവായിരുന്നു സീറ്റെല്ലാം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയിരുന്ന് അതാകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഇട്ടാണ് പോയിരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ രാത്രിയാണല്ലോ, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയും വേണ്ട, ഫുള്ള് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മക്കളൊക്കെ കുറച്ച് സമയമാകുമ്പോഴേക്കും ഉറങ്ങി. മോന് വേഗം ഉറങ്ങി, മോള് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ നാട്ടിലൊക്കെ പോകുമ്പം ലാൻഡ് ചെയ്യണ സമയത്ത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. നാട് എത്താറായി, ലാൻഡ് ചെയ്യാനായി എന്നുള്ളത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയും വേണ്ട, 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഒത്തിരി മടുപ്പുള്ള കാര്യമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നാലും അൽഹംദുലില്ലാ എല്ലാ റാഹത്തായിട്ട് എത്തി ലാൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എമിഗ്രേഷൻ്റെ അവിടെ പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. പിന്നെ നമ്മൾ നിൽക്കുന്ന ആ ഒരു ക്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. വേഗം എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം പിന്നെ നമ്മൾ ബാഗേജ് എടുക്കാനായിട്ട് പോയി. കുറച്ച് സമയം അവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മുടെ TV ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ TV ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റംസിൻ്റെ അവിടെ നമുക്ക് പേ ചെയ്യേണ്ടി വന്ന് അവിടെയും കുറേ സമയം പോയിട്ടാണ്. പിന്നെ നമ്മൾ വിളിക്കാനൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നാട്ടിലുള്ള ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ചിട്ടാണ് പോയത്. എയർപോർട്ടിൽ നിന്ന് പിന്നെ 4:30-5 മണി ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. നല്ലൊരു ഡ്രൈവറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ഡ്രൈവറായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ശരിക്കും ഷോക്കായിട്ടാണ്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വൈകിട്ടാണ് പോയത്. അതുവരെ ആർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പം അവിടെ പോയപ്പോഴും ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും എല്ലാവരും നല്ല ഷോക്കായി പോയി. അങ്ങനെ പിന്നെ കുറച്ച് ടെൻഷൻ അടിച്ചാലും ലാസ്റ്റ് എല്ലാവരുടെ സന്തോഷം കണ്ടപ്പോൾ നമ്മളും ഹാപ്പി ആയിട്ടാണ്. എന്നാലും എന്താ പറയുക, ചെറിയൊരു വ്ളോഗായിരുന്നു. അധികം പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാട്ടിലുള്ളപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അധികം വീഡിയോസൊന്നും ഇടാൻ പറ്റണില്ല. തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.